ഉം, ഇനി ഈ പരിസരത്ത് നിന്നാൽ ശരിയാവില്ല. വേഗം സ്ഥലം വിടാം. ഞങ്ങൾ പോകുക. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് രക്ഷിക്കും. ടാറ്റാ. ആ പുലി സ്ഥലം വിട്ട് കാണും. നന്ദിയില്ലാത്ത വർഗം. ഛേ, ആദ്യം അവനെ അയച്ചാ മതിയായിരുന്നു. കണ്ണിൽ കണ്ട കോഴിയെ അടുപ്പത്ത് കറുക്കി വെച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കുവാൻ ലെഗ് പീസ് എടുത്തു കഴിച്ചു ഞാൻ. കോഴിയിറച്ചി ഉണ്ടെങ്കിൽ എനിക്കൂടെ താടേ. ആഗ്രഹം പാടിയതാടേ. അതൊക്കെ പോട്ടെ, നിന്നെ ആരാ കെട്ടിയിട്ടത്? എന്തുടായിപ്പാ നീ കാണിച്ചേ? ഓഹോ, അങ്ങനെയാണോ കാര്യം? ആ വരുത്തൻ ആന ആളത്ര വെടിപ്പല്ല. അവൻ ഇടപെട്ട് നിന്നെ കെട്ടിയിട്ട സ്ഥിതിക്ക് ഞാൻ രക്ഷപ്പെടുത്തിയ എന്റെ തടി കേടാകും. അയൽവനത്തിലൊക്കെ സിംഹങ്ങളാ കാടു ഭരിക്കുന്നത്. ഇവിടെ സമാധാനത്തിൽ മാനിറച്ചി കഴിക്കാൻ പോലും സമ്മതിക്കില്ല. ഓ, എന്നാ പിന്നെ ഞാൻ നാളെ മുതൽ നന്നാവാൻ തീരുമാനിച്ചു. അതെവിടെ പറയാൻ കാര്യം? നന്നാവുന്നതിന് മുമ്പ് ഒരു യമണ്ടനെ ഇടിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം. നിന്നേക്കാൾ യമണ്ടൻ സ്വപ്നങ്ങളിൽ മാത്രം. പേടിച്ചോ? എന്റെ അമ്മച്ചി. എങ്ങനെയുണ്ട്? ഇതാര്? ഇതെന്താ ഈ കോലത്തിൽ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടേ. ഫ്ലാഷ് ബാക്ക് ഒക്കെ നമുക്ക് പിന്നെ പറയാം. ഞാനിപ്പോ എങ്ങനെ രക്ഷപ്പെടുത്താനാ? നിന്റെ കൊക്കുകൊണ്ട് ശക്തമായി ഈ വള്ളിയിലിടിക്ക്. വള്ളി പൊട്ടും, ഞാൻ രക്ഷപ്പെടും. ഇവനിട്ടൊരു മുട്ടൻ പണി കൊടുക്കാൻ പറ്റിയ അവസരം. എന്തോ നാടേ ചിന്തിക്കുന്നത്? പെട്ടെന്ന് വന്ന് ഇടിക്കേ. പിടിച്ചോ. എന്റെ അമ്മച്ചി, നീ എന്താണ് ഈ കാണിച്ചത്? എങ്ങനെയുണ്ട്? ഞാനൊന്ന് രക്ഷപ്പെടട്ടെ, കാണിച്ചു തരാം നിനക്ക്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം, പക്ഷേ ഇനിയെങ്കിലും നോക്കിയും കണ്ടും ജീവിച്ചോണം. വല്ല കാട്ടു ലോട്ടറിയും അടിച്ചിരുന്നേൽ അടിപൊളിയായി ജീവിക്കാമായിരുന്നു. ഈ ഉണക്ക ജീവിതം മടുത്തു. ഇതെന്താ ഒരു ഏകാന്തത? ആരുമില്ലേ ഇവിടെ? അപ്പോ എന്നെ നിന്റെ കണ്ണിൽ പിടിച്ചില്ലേടാ? ഇതെന്താ പ്രേതമോ? ആരാത്?